ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ കുറേ വീഡിയോസ് കണ്ടു. പുതിയ 2024 ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അതിൽ NHSന് കുറേ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ NHSൻ്റെ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. അതിൽ കുറച്ച് വീഡിയോസിൽ ഇങ്ങനെ പറയുന്നുണ്ട് NHS റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള ചില സാഹചര്യങ്ങളൊക്കെ കാണുന്നു. ചിലതിനകത്ത് പറയുന്നുണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ഒരുപാട് ഹോപ്സ് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പം അങ്ങനെ ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ചിലവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ NHS റിക്രൂട്ട്മെൻറ്റ് റീഓപ്പൺ ആയോ, അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ കണ്ടല്ലോ, ചിലവർ ആ വീഡിയോസിന് ലിങ്കൊക്കെ അയച്ചു തന്നിട്ട് ഇങ്ങനെ വീഡിയോസിൽ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതിയ ഒരു വീഡിയോ ചെയ്യാം. ഇതിൻ്റെ ബഡ്ജറ്റിൽ NHSനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്, ഇനി റിക്രൂട്ട്മെൻറ്റ് തുടങ്ങാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഗൈസ്, എൻ്റെ പേര് സ്മിത. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. നമുക്ക് ബഡ്ജറ്റിൽ NHSൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഈ 2024 ബ്രിട്ടീഷ് ബഡ്ജറ്റിൽ NHSനെ ശക്തിപ്പെടുത്താനായിട്ട് ഏകദേശം 25.7 ബില്യൺ പൗണ്ടാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ തുക വ്യത്യസ്ത ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്ക് വിനിയോഗിക്കാനായിട്ടാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ടാണ് ഇവർ ഓരോ ആഴ്ചയും 40,000 അധികം മുൻകൂട്ടി നിശ്ചയിച്ച നിയമനങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് മാത്രമാണ്. അവർ ഇതുവരെയും റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇതുകൂടാതെ പുതിയ സർജിക്കൽ ഹബ്ബ് സ്ഥാപിക്കാനും ക്യാൻസർ ചികിത്സയ്ക്കും റേഡിയോതെറാപ്പി എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാനും ഫണ്ടിങ് അനുവദിച്ചിരിക്കുന്നുണ്ട്. ടെക്നോളജി മെച്ചപ്പെടുത്താൻ വേണ്ടി 2 ബില്യൺ പൗണ്ടാണ് അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ സാമൂഹിക ആരോഗ്യ മേഖലയിൽ 600 മില്യൺ പൗണ്ട് പ്രാദേശിക ഭരണകൂടത്തിന് അനുവദിച്ചിട്ടുണ്ട്. 2025 പുറത്തിറങ്ങുന്ന പുതിയ 10 വർഷത്തെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫണ്ടിങ് അനുവദിച്ചിരിക്കുന്നത്. ഈ ഫണ്ടിങ് ഓൾറെഡി ഡോക്ടർമാർക്കും അതർ സ്റ്റാഫ്സിനും നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള പേ നൽകാനും ഈ ഫണ്ടിങ് കൊണ്ട് സാധിക്കുമെന്നാണ് അർത്ഥം. ഇനി റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇപ്പോഴും ആരും ഒന്നും പറയുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനെപ്പറ്റി വലിയ കാര്യമായ ചർച്ചയൊന്നും നടന്നില്ല. അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ RCN ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ പറയുന്നുണ്ട്, ഇവർ NHSൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ അക്സസറീസും അല്ലെങ്കിൽ പേയുടെയും കാര്യങ്ങളിലൊക്കെ കാണിക്കുന്ന ഒരു ഊർജ്ജസ്വലത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. RCNൻ്റെ നിർവാഹക സമിതി ചാൻസലർ അവതരിപ്പിച്ച 2024 ബഡ്ജറ്റിൽ NHSലുള്ള സ്റ്റാഫിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെന്നാണ് പ്രതികരിച്ചത്. സർക്കാരിൻ്റെ പുതിയ സാമ്പത്തിക വകയിരുത്തലുകൾ ആശുപത്രികളുടെ കെട്ടിടം, ബെഡ് സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ഉള്ളതാണെങ്കിലും സ്റ്റാഫിംഗ് കുറവ് പരിഹരിക്കാൻ ഇത് മതിയായില്ലെന്നാണ് RCNൻ്റെ നിലപാട്. നഴ്സുമാരുടെ ജോലിയൊഴിവുകളും അഡ്മിഷനും കുറയുന്നത് തീവ്രമായ സ്റ്റാഫിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വേണ്ട രീതിയിലുള്ള ഒരു ഫണ്ടിങ് ഇല്ലാത്തതിനാൽ നിലവിലെ പേഷ്യൻ്റ് കെയർ നിലവാരവും ചികിത്സയ്ക്ക് നീണ്ട കാത്തിരിപ്പ് സമയവും നിലനിൽക്കാനാണ് സാധ്യതയെന്ന് RCN മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിശദമായ പ്രസ്താവനകളും കാര്യങ്ങളും എല്ലാം ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിരിക്കാം. നിങ്ങളപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി കണ്ടു നോക്കിയാൽ മതി. അപ്പം ഇതാണ് സത്യാവസ്ഥ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു NHS ബഡ്ജറ്റ് വന്നതോടെ ഒരുപാട് സ്കാംസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് ഏജൻസീസ് അത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതുമുണ്ട്. അപ്പം ആ ഒരു തട്ടിപ്പിൽ നിങ്ങൾ വീഴരുത്, വെറുതെ ക്യാഷ് കൊടുക്കരുത്. NHS റിക്രൂട്ട്മെൻറ്റ് ഒന്നും ഇപ്പോൾ തൽക്കാലം റീഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷേ എന്ന് വെച്ച് ഒരുപാട് നടക്കുന്നില്ല എന്നല്ല, ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുമുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു. NHS വെയിൽസ് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ അവർ ശ്രമിക്കുന്നതുമുണ്ട്, ചെറിയ ചെറിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതുമുണ്ട്. അപ്പം ഇത്രയും ഷോർട്ടേജ് ഉള്ള ഒരു സാഹചര്യത്തിൽ അത് റീഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യം ഇൻ ഫ്യൂച്ചർ വരും. പക്ഷെ അത് വരത്തില്ല എന്നാരും പറയുന്നില്ല. പക്ഷെ അത് ഇപ്പോൾ വരും, അല്ലെങ്കിൽ നാളെ വരും, ബഡ്ജറ്റിന് ശേഷം ഉടനെ വരും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആ ഒരു ബഡ്ജറ്റിൻ്റെ പോയിന്റ് വെച്ചതുകൊണ്ട് ഇത്രയും ഫണ്ട് അനുവദിക്കുന്നത് ഉള്ളത് കൊണ്ടും ആ ഒരു പേരിൽ ഒരുപാട് ഏജൻസീസ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊന്നും വീഴാതിരിക്കുക, ആർക്കും ക്യാഷ് കൊടുത്ത് അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കുക. കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അതിനെപ്പറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.